നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ചെമ്മീൻ തീയലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീട്ടിലമ്മ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനത് അമ്മയോട് ചോദിച്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. കാരണം അതിൻ്റെ പീസസ് ഒക്കെ വലുതായിട്ട് കിടക്കുകയാണെങ്കിൽ മൊരിഞ്ഞ് വരുമ്പോൾ പല സൈസിൽ നമുക്ക് മൊരിഞ്ഞു പോകും. അതുകൊണ്ട് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഏകദേശം ഒരേ ഒരു സൈസിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണ് നമുക്ക് വേണ്ടുന്നത്. തീയലിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ഊർന്ന് വരണം. അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തീയലിന് വേണ്ടുന്ന തേങ്ങ നല്ല ഈക്വൽ പ്രൊപ്പോർഷനിൽ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ബാക്കി മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടിനകത്തേക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ആഡ് ചെയ്യാനുള്ളത് കൊറിയാണ്ടർ പൗഡറാണ്. മല്ലിപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ ചൂടിൽ ഈ മസാലകൾ ഒന്ന് ചൂടായാൽ മതിയാവും. അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം ഈ മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മസ്റ്റാർഡ് സീഡ്സ്, കടുക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തതാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് തേങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഒരു 3 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഇതൊന്ന് മാറി കിട്ടണം. അതുവരെയൊക്കെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ തീയലിനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ തക്കാളി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ വയന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. പ്രോൺസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഇതിനകത്ത് എത്രത്തോളം ഓയിൽ കാണുന്നത് കണ്ടോ, അതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിക്കകത്ത് നല്ലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാളംപുളിയും തക്കാളിയും ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ ചേർത്ത ശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് വെള്ളമാണ്. ഞാനിപ്പോൾ ഒരു ബൗളിൽ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പ്രോൺസിലെ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപ്പ് കുറച്ചാണ് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സമയത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് അതുപോലെ ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം തേങ്ങ വറുത്തപ്പോൾ 1-ാം പാല് പിഴിഞ്ഞെടുത്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ അത് പിരിഞ്ഞ് പോവില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് വറ്റണം. അപ്പോൾ അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൂട്ടത്തിൽ തന്നെ നിൽക്കണം. പക്ഷേ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല ഒരു തിക്കാവും. അപ്പോൾ ആ ഒരു പരുവമാകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ ഒരു പാകം ആവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് ആ തിളയൊക്കെ വന്ന് അതിൻ്റെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ചുറ്റിനും നന്നായിട്ട് ഓയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിരിക്കുവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ടു മല്ലൂസ് കാഫേ. താങ്ക് യു.